നിമിഷം കൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇതാ ഇനിയുള്ള നിമിഷങ്ങൾ നമ്മളായിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെയോ തത്വത്തിൻ്റെയോ ഒന്നും മുമ്പിലല്ല, ദൈവവചനത്തിൻ്റെ മുമ്പിലാണ്. വചനം തന്നെയായ യേശുയുടെ മുമ്പിൽ, ഒരു വ്യക്തിയുടെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന വചനനിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ദൈവവചനം ഉൾക്കൊള്ളുന്നവന് അവ ജീവനും ശരീരത്തിന് ഔഷധവുമാണ്. ദൈവവചനത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി, മാനസാന്തര ശക്തി, സൗഖ്യശക്തി തിരിച്ചറിയുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവാണ് വചനം വ്യാഖ്യാനിച്ച് നമുക്ക് തരുന്നത്. വചനം ഉൾക്കൊള്ളുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ ചൊരിയുക നിൻ ശക്തി. നിങ്ങളിരുന്നുകൊണ്ട് തന്നെ കരങ്ങൾ മടിയിൽ തുറന്നു വയ്ക്കുക. ആത്മാവിൻ്റെ നിറവിനും അഭിഷേകത്തിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേരാം. ചൊരിയുക നിൻ ശക്തി, ചൊരിയുക നിൻ ശക്തി. ചേർന്ന് പാടാം നമുക്ക്. സൗഖ്യം കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയരട്ടെ, മനമുയരട്ടെ, ആത്മാവ് നിറയട്ടെ, ദൈവിക ശക്തി കടന്നു വരട്ടെ, സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ തേടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇനി വരുന്ന മണിക്കൂറിനെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ മധ്യസ്ഥം നേടി നമുക്ക് പ്രാർത്ഥിക്കാം. കാവൽ മാലാഖയോടും പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരെ, മാലാഖമാരെ, ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഈശോയുടെ സമാധാനം നമുക്കൊന്ന് ആശംസിക്കാം. സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരു തിരുവചന ഭാഗം ഒന്ന് കേൾക്കാട്ടോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14 1 മുതൽ 1-2 തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന്
നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഓരോ വർഷവും പിന്നിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഏതാനും സത്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഈശോ പറഞ്ഞല്ലോ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരുമിച്ചൊന്ന് ആവർത്തിക്കാം നമുക്ക്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ സത്യം ഇതാണ്. ഇതാ, ഓരോ വർഷം പിന്നിടുമ്പോഴും ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ ദുസ്സഹമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? ശരിയാണോ? സങ്കീർണമായ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാലോ, ലോകത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ തകർച്ചകളെ നോക്കി പകർച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. സാമ്പത്തിക മേഖലയിൽ തകർച്ച, ജോലി മേഖലയിൽ തകർച്ച, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ തകർച്ച, ദാമ്പത്യ മേഖലയിൽ, കുടുംബജീവിതത്തിൽ എല്ലാം തകർച്ചകൾ എന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തകർച്ചകളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ മാനുഷികമായിട്ട് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുകയാണ്. ഓരോ ദിവസവും മനുഷ്യ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുന്നു. ഒത്തിരി സങ്കീർണതകളിലൂടെ നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിൽ ഓരോ ദിവസവും പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം അങ്ങേറ്റം അധാർമികമായി അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ലോകത്ത് പല ഭാഗത്തും പ്രത്യക്ഷപ്പെടുമ്പോൾ ലോകത്തിന് നൽകുന്ന വലിയൊരു സ്വർഗീയ സന്ദേശമുണ്ട്. അമ്മ നമ്മളോട് പറയുന്നുണ്ട്, മക്കളെ, ഏറെ ദുഷിച്ചൊരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ഏറെ ദുഷിച്ചൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു മഹാദുരന്തം ലോകത്തിന് വരാൻ പോകുന്നു എന്ന സന്ദേശമാണ് അമ്മ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ മേഖലയിലും, സാമ്പത്തിക മേഖലയിലുണ്ട്, തൊഴിൽ മേഖലയിൽ നമുക്കറിയാം, ഇന്ന് പ്രത്യേകിച്ച് വിദേശത്തെല്ലാം തൊഴിൽ സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ജോലി സ്ഥിരതയില്ല, പ്രതീക്ഷിച്ച് ശമ്പളം കിട്ടുന്നില്ല. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഒത്തിരി നാശങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വയനാട് പ്രദേശങ്ങളിലൂടെ ശുശ്രൂഷയുമായിട്ട് കടന്നുപോയപ്പോൾ ഏതാനും കർഷകരെ പരിചയപ്പെടാനായിട്ട് ഇടയായി. അവരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, പ്രിയമുള്ളവർ, 4-5 ഏക്കറെല്ലാം സ്വന്തമായിട്ടുള്ളവർ, 4-5 ഏക്കറെല്ലാം സ്വന്തമായിട്ടുണ്ടായിട്ടും ഇപ്പോഴും കടക്കണിയിലാണ്. പലരും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? കൃഷി വേണ്ടത്ര വിളവ് നൽകുന്നില്ല, വിളവിന് തക്ക വില കിട്ടുന്നില്ല. കാർഷിക വായ്പെടുത്തിട്ടാണ് കൃഷി ആരംഭിക്കുന്നത്, പ്രതീക്ഷിച്ച വിളവ് കിട്ടുന്നില്ല, വിളവിന് തക്ക വില കിട്ടാതെയായപ്പോൾ ഇതാ വായ്പയും പലിശയും എല്ലാം കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുതലും പലിശയും കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം, നിയമാവർത്തനം 28:11, ഞാൻ സമൃദ്ധമായി വിളവ് നൽകി നിങ്ങളെ ഞാൻ സമ്പന്നരാക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ബൈബിളിലുണ്ട്. ഞാൻ സമൃദ്ധമായി വിളവ് നൽകി നിങ്ങളുടെ വിശപ്പ് മാറ്റുമെന്നല്ല, ദാരിദ്ര്യം മാറ്റുമെന്നല്ല, ഞാൻ നിങ്ങളെ സമ്പന്നരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും 4-5 ഏക്കറെല്ലാം സ്വന്തമായിട്ടുണ്ടായിട്ടും എന്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് കഷ്ടപ്പെടുന്നു? പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഇന്ന് ആരോഗ്യതലത്തിലും ഒത്തിരി പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. മാറാവ്യാധികൾ, പകർച്ചവ്യാധികൾ മനുഷ്യജീവിതം ഓരോ ദിവസം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കാണുന്നുണ്ടല്ലോ. ഇതാ, അപകടങ്ങൾ, അപായങ്ങൾ, അകാല മരണങ്ങൾ എല്ലാം മനുഷ്യജീവിതത്തെ ദുസ്സഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ഇന്ന് കാലാവസ്ഥ നിരീക്ഷകർ പ്രവചിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നില്ല. അവരുടെ പ്രവചനങ്ങൾ പാളിപ്പോകുന്നു. മഴക്കാലത്ത് വേനൽക്കാലം, ഇതാ വേനൽക്കാലത്ത് നല്ല മഴ, ഒന്നുമില്ലാത്ത സമയത്ത് ശൈത്യം. നമുക്കറിയാം, കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, സുനാമി, കൊടുങ്കാറ്റ്, ഭൂകമ്പം, ഇതെല്ലാം
നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്പം സ്വരമേർത്തി ഹല്ലേലൂയ. 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 ഓസോൺ പാളിയിലെ വിള്ളലുകള്, ജലമലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, യുദ്ധഭീഷണി, ഈ പ്രശ്നങ്ങളെല്ലാം ദൈവം കാണുന്നില്ലേ? തീർച്ചയായിട്ടും ദൈവം കാണുന്നുണ്ട്. കാരണം സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകളുള്ള കർത്താവ്. ദൈവം ഇതെല്ലാം കാണുന്നു. ദൈവം ഇതെല്ലാം അറിയുന്നില്ലേ? തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ പോലും അറിയുന്ന നമ്മുടെ കർത്താവ്. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രശ്നങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ദൈവം മനുഷ്യനിലാണ് ആരോപിക്കുന്നത്. മനുഷ്യനിൽ ആരോപിക്കുന്നു. സഭാപ്രസംഗന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 29-ാമത്തെ തിരുവചനം. സഭാപ്രസംഗൻ 7:29 നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം അവന്റെ തന്നെ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ. 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 അവന്റെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം അവന്റെ തന്നെ സൃഷ്ടിയാണ്. അങ്ങനെ പറയാൻ കാരണം ദൈവം മനുഷ്യനെ സരള ഹൃദയനായിട്ടാണ് സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ ഒരു സങ്കീർണ സൃഷ്ടിയായിട്ടല്ല സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സരള ഹൃദയനായിട്ട് അവനെ സൃഷ്ടിച്ചു. ഇന്ന് മനുഷ്യന്റെ സങ്കീർണ പ്രശ്നങ്ങൾക്ക് അവൻ തന്നെയാണ് ഉത്തരവാദി എന്നാണ് ദൈവം വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ. 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 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം, നീ എൻ്റെ കൽപ്പനകൾ പാലിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. ഇന്ന് പ്രകൃതി നമുക്കെതിരായിക്കൊണ്ടിരിക്കുന്നു. ജീവജാലങ്ങൾ നമുക്കെതിരായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ നമുക്കെതിരായിക്കൊണ്ടിരിക്കുന്നു. ദൈവം പറയുന്നു, നീ എൻ്റെ കൽപ്പനകൾ പാലിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുന്നത്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം, കർത്താവിനോട് ചേർന്നിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കും. ഹല്ലേലൂയ. 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 നമുക്ക് ആവർത്തിക്കാം. കർത്താവിനോട് ചേർന്നിരിക്കുവിൻ, അവിടുന്ന് എന്നോടും ചേർന്നിരിക്കും. ഞാൻ എൻ്റെ ഈശോയോട് ചേർന്നിരിക്കും, ഈശോ എന്നോടും ചേർന്നിരിക്കും. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവരായിരുന്നു. നമുക്ക് ദൈവം വച്ചു നീട്ടിയത് ഒരു പർദീസയാണ്. അല്ലലും ദുഃഖവും മരണവും മുറവിളിയില്ലാത്ത സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പർദീസ ജീവിതമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഈ വാഗ്ദാനം സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. അതുപോലെ തന്നെ മറ്റൊരു തിരുവചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം 5-6 തിരുവചനങ്ങൾ. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധരായിരിക്കുന്നു, അശുദ്ധമായിരിക്കുന്നു. കണ്ടോ, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ശാപം ഭൂമിയെ വിഴുങ്ങുന്നു, ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വരമേർത്തി ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നമ്മുടെ എല്ലാം ഈ സങ്കീർണതയ്ക്ക് ദൈവം പറഞ്ഞു തരുന്ന കാരണങ്ങൾ ഇത് തന്നെയാണ്. എൻ്റെ സങ്കീർണതയ്ക്ക് ഞാൻ തന്നെയാണ് ഉത്തരവാദി. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് എൻ്റെ സ്വാർത്ഥ വഴികളിലൂടെ, പാപ വഴികളിലൂടെ, ലോക വഴികളിലൂടെ ഞാൻ മുന്നേറി അതുവഴിയായിട്ടാണ് എൻ്റെ ജീവിതം ദുരിതപൂർണമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സർമയത്തി ഹല്ലേലൂയ. 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 ഈ തകർച്ചകളിലെല്ലാം അടിസ്ഥാന കാരണം തേടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പകരം ഇതാ ഭൗതിക ലക്ഷ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി, സുഖങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം ഭൂമിയിൽ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ, അവരെ വിളിക്കുന്നത് ഭോഷന്മാരെന്നാണ്. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ, സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ജ്ഞാനികളെന്നാണ്. അപ്പോൾ ദൈവം ഒരു പരിഹാരം നമുക്ക് പറഞ്ഞു തരുന്നത്, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കണം, സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കണം. സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചാൽ ഈ ഭൂമി സ്വർഗതുല്യമായി തീരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മാറി മാറി വരുന്ന സർക്കാരും അതുപോലെ പൊതുപ്രവർത്തകരും ശാസ്ത്രജ്ഞന്മാരെല്ലാം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ പഠിക്കാനായിട്ട് രാഷ്ട്ര നേതാക്കന്മാർ ഒരുമിച്ച് കൂടി, ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് കൂടുന്നുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതാണ്: സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കണം. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിന് രക്ഷയാണെന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിന് രക്ഷയാണെന്നാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം: ജ്ഞാനികളെ ദൈവം മറ്റാരേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. 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 ഒരിക്കൽ കൂടി തമ്പുരാൻ തരുന്ന ഈ വചനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. 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 അല്പം കൂടി സ്ഥലമേറ്റി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ഷീണവും തളർച്ച എല്ലാം മാറിപ്പോകണം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, തകർച്ചകൾ വരുമ്പോൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. തകർച്ചകളിലേക്ക് നമ്മൾ നോക്കരുത് കേട്ടോ. പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കരുത്. മാനുഷികമായിട്ട് ബുദ്ധി കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട. ദൈവം നമുക്കതിനൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. സങ്കീർത്തനം 34:5. സങ്കീർത്തനം 34:5: അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നവർ ഒരിക്കലും പ്രകാശിതരാകില്ല. തകർച്ചയിലേക്ക് നോക്കുന്നവർ, രോഗത്തിലേക്ക് നോക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നോക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നവർ, പ്രകൃതിയിലേക്ക് നോക്കുന്നവർ, അവരൊരിക്കലും പ്രകാശിതരാകില്ല. ദൈവത്തിൻ്റെ ഏകജാതനായ യേശുവിലേക്ക് നോക്കണം. അവിടത്തെ നോക്കുക, അവിടുത്തെ വചനം കേൾക്കുക, അവിടുത്തെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ നീ തയ്യാറാകുകയാണെങ്കിൽ നിന്റെ ഭൂമിയിലെ പ്രശ്നങ്ങളെല്ലാം ദൈവം പരിഹരിച്ചു തരുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 34:5 വചനം നമുക്ക് ഒരുമിച്ചൊന്ന് ആവർത്തിക്കാം. സങ്കീർത്തനം 34:5 ഓർക്കാൻ എളുപ്പമാണ് കേട്ടോ. സങ്കീർത്തനം 3:4-5. 3:4 കഴിഞ്ഞിട്ട് ഒരു കുത്തു വേണം കേട്ടോ. 34:5 ഒരുമിച്ചൊന്ന് ആവർത്തിക്കാം. അവിടത്തെ നോക്കിയവർ പ്രകാശിതരാകും. അവിടത്തെ നോക്കിയവർ പ്രകാശിതരാകും. സ്വന്തമാക്കി മാറ്റി പറയാം. ഞാൻ അവിടത്തെ നോക്കി പ്രകാശിതനാകും. സഹോദരികൾ പറഞ്ഞ്, ഞാൻ അവിടത്തെ നോക്കി പ്രകാശിതയാകും. സഹോദരന്മാർ ആവർത്തിക്കുക, ഞാൻ അവിടത്തെ നോക്കി പ്രകാശിതനാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുത്തെ നോക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അവിടുത്തെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക, അവിടുത്തെ വചനം സ്വീകരിക്കുക. യേശുവിലേക്കും യേശുവിൻ്റെ വചനത്തിലേക്കും നോക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ നോക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമാകുന്നതെല്ലാം ദൈവം അനുകൂലമാക്കി മാറ്റും. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 7-ാമത്തെ വചനമാണ്. സുഭാഷിതങ്ങൾ 16:7. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും നമുക്ക് അനുകൂലമായി തീരുന്നു. എൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ പ്രകൃതി എനിക്ക് അനുകൂലമാകും, ഭൂമി എനിക്ക് അനുകൂലമാകും, ജീവജാലങ്ങൾ എനിക്ക് അനുകൂലമാകും, കുടുംബാംഗങ്ങൾ എനിക്ക് അനുകൂലമാകും, അയൽവാസികൾ എനിക്ക് അനുകൂലമാകും.
ഞാൻ ദൈവത്തിന്റെ മകനും മകളുമായി തീരുകയാണ്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ശ്രമയത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 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 പ്രശ്നങ്ങളിലേക്ക് നോക്കല്ലേ, തകർച്ചയിലേക്ക് നോക്കല്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നോക്കല്ലേ, അവിടത്തെ നോക്കുക, യേശുവിനെ നോക്കുക, യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, അവിടുത്തെ വചനം സ്വീകരിക്കുക. അങ്ങനെ നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണെന്ന് പറയുന്നുണ്ട്. 8000-ൽ പരം വാഗ്ദാനങ്ങൾ അടങ്ങിയ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതാണ്. ഒറ്റ കണ്ടീഷൻ, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു മകനായിട്ട് മാറണം. സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം കൂടണം. ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ ഈ ഭൂമി നരകതുല്യമായി തീരുന്നു. സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ ഈ ഭൂമി സ്വർഗതുല്യമായി തീരുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ തുറന്ന് ക്രൂശിതനിലേക്ക് നോക്കാം. നമുക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും പരിഹാരകനുമായ ഈശോ, ഞാൻ അവിടുത്തെ നോക്കിയാണ് പ്രകാശിതനാകേണ്ടത്. ദൈവം വചനത്തിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തി. ദൈവം എന്നെ സരള ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. എൻ്റെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം എൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഞാൻ എൻ്റെ സ്വാർത്ഥ വഴികളിലൂടെയെല്ലാം കടന്നുപോയി, പാപ വഴികളിലൂടെ, ലോക വഴികളിലൂടെ എല്ലാം കടന്നുപോയി. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ആത്മാർത്ഥമായിട്ട് നമുക്ക് ഏറ്റുപറയാം. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് തെറ്റുകൾ സംഭവിക്കാനായിട്ട് ഇടയായത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞാൻ അറിയാതെ പോയി. തിരിച്ചു വരാൻ നമുക്ക് നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യം നമുക്ക് തിരിച്ചെടുക്കണം. നഷ്ടപ്പെട്ട ദൈവാനുഭവം തിരിച്ചെടുക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമാകണം. അതിന് നമ്മുടെ 2 കരങ്ങളും ക്രൂശിതനായ ഈശോയുടെ പക്കലേക്ക് ഒന്ന് നീട്ടിപ്പിടിക്കാം. നമുക്ക് 2 കരങ്ങളും നീട്ടിപ്പിടിക്കാം. നമുക്ക് എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം ഇതാ പർവ്വതങ്ങളിൽ നിന്ന് വരുന്നു, സ്വർഗത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും പരിഹാരകനുമായ ഈശോയിൽ നിന്നാണ് ഈ സഹായങ്ങൾ എനിക്ക് വരുന്നത്. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകും. ഞാൻ വിശ്വസിക്കുന്ന ദൈവമേ, അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമായത് അവിടത്തേക്ക് സാധ്യമാണല്ലോ. അങ്ങയുടെ പക്കലേക്ക് എൻ്റെ കരങ്ങൾ ഉയർത്തുന്നു, എൻ്റെ ഹൃദയം ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എല്ലാവരും രക്ഷ പ്രാപിക്കുക. എല്ലാ മക്കളും ചേർന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, യേശുവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയരണം, സ്വരമുയരണം. എല്ലാ മക്കളും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക ശക്തി കടന്നു വരട്ടെ, ദൈവിക ശക്തി കടന്നു വരട്ടെ. തളർന്ന അവസ്ഥകളെല്ലാം മാറിപ്പോകട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. ദൈവമക്കൾ ജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ മാത്രം മതി ഈശോയെ, എനിക്ക് നീ മാത്രം മതി. നമുക്ക് കർത്താവിനോട് പറയാം, നമുക്ക് പാടാം. നമുക്ക് നീ മാത്രം മതി. കരങ്ങൾ തുറന്നു പിടിക്കാം. എന്റെ യേശു മാത്രം മതി. എല്ലാവരും ചേർന്ന് നീ മാത്രം മതി, നീ മാത്രം മതി, എന്റെ യേശു മാത്രം മതി. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്റെ യേശു മാത്രം മതി. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്റെ യേശു മാത്രം മതി. നീ മാത്രം മതി, നീ മാത്രം മതി,
കരം കൊണ്ട് നമ്മളെ താങ്ങും. ചെറിയ സ്ഥലത്തിൽ സ്തുതിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശാന്തമായി ഇരിക്കാം നമുക്ക്. കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു, ഭൂമിയിലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിയണം. സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ധാരാളം മക്കൾ, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ധാരാളം മക്കൾ, ദൈവത്തിൻ്റെ ഇഷ്ടമാരായുന്ന ധാരാളം മക്കൾ ഈ ഭൂമിയിലുണ്ടാകണം. 2000 വർഷമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കേട്ടോ. ഓർമ്മയുണ്ടല്ലോ? ആദ്യ ഭാഗം എന്ന് ചൊല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരികയുള്ളൂ. ഹല്ലേലൂയ, സർവ്വയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഓരോ വർഷം പിന്നിടുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു സത്യം ഇതാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഭൂമിയിൽ ദൈവം അനുവദിച്ചിട്ടുള്ള സമയം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. പേടിക്കണ്ട കേട്ടോ. ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിസിറ്റിംഗ് വിസയുമായിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. വിസയുടെ കാലാവധി തീരാറായിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു പോകേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി മരണ കവാടത്തിലേക്ക് എത്ര ദൂരമുണ്ട് നമുക്കറിയില്ല. നമ്മൾ ഓരോരുത്തരും അന്ത്യവിശ്രമം കൊള്ളേണ്ട കുഴിയിലേക്ക് എത്ര സ്റ്റെപ്പുകളുണ്ട് നമുക്കറിയില്ല. ഞാൻ ഒരുങ്ങിയോ? ഒരാത്മശോധന ചെയ്യുക. എന്നെ ഏൽപ്പിച്ചവരെ ഞാൻ ഒരുക്കിയോ? ചിന്തിക്കുക. ഇതാ, മരണത്തോടെ എൻ്റെ ആത്മാവ് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിത്യതയിൽ എൻ്റെ ആത്മാവ് ആരോടൊപ്പം എവിടെ ചെലവഴിക്കും? അതുകൂടി ഒന്ന് ചിന്തിക്കണം കേട്ടോ. നമ്മൾ മനുഷ്യൻ്റെ അന്ത്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ കേട്ടോ. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4 ഏതെല്ലാമാണെന്നറിയാമോ? അന്ത്യങ്ങൾ 4: മരണം, വിധി, സ്വർഗം, നരകം. നമ്മൾ 1-2 കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മരണം, വിധി. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പേടി തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ മരണത്തെ എല്ലാവരും ഭയപ്പെടുന്നത്? മരണത്തെ ഒരു പേടി സ്വപ്നമായിട്ട് പലരും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് മരണത്തെ ഭയപ്പെടുന്നത്? ഒന്ന് ചിന്തിക്കാം കേട്ടോ നമുക്ക്. മരണം ദൈവത്തിൻ്റെ പദ്ധതിയിലില്ലായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അനശ്വരതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, സർവ്വയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. അനന്തതയുടെ സാദൃശ്യത്തിൽ അവിടുന്ന് നിർമ്മിച്ചു. കണ്ടോ? അനന്തതയുടെ സാദൃശ്യത്തിൽ അവിടുന്ന് നമ്മളെ സൃഷ്ടിച്ചു. അപ്പോൾ മരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇല്ലായിരുന്നു. പാപം മൂലമാണ് മരണം ലോകത്തിലേക്ക് കടന്നു വന്നത്. പാപത്തിൻ്റെ ശിക്ഷയാണ് യഥാർത്ഥത്തിൽ മരണം. ഒരു മനുഷ്യൻ മൂലം പാപവും, പാപം മൂലം മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. കണ്ടോ? പാപത്തിൻ്റെ വേദന മരണമാണെന്ന് റോമാലേഖനത്തിൽ 6:23 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയാണ് മരണം. ശിക്ഷയെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരണത്തെ മനുഷ്യൻ ഭയക്കുന്നത്. ഹല്ലേലൂയ, സർവ്വയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഈശോ പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തത് നിത്യജീവനാണ്. മരണത്തോടെ എന്ത് സംഭവിക്കുന്നു പ്രിയമുള്ളവരെ? മരണത്തോടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരവും ആത്മാവും വേർപിരിയുന്നു. അമ്മയുടെ ഉദരത്തിലായപ്പോൾ ഒന്നായി തീർന്നാണ് ശരീരവും ആത്മാവും. ഇതാ, ആത്മാവും ശരീരവും വേർപിരിയുന്നു.
എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ആത്മാവ് ദാതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്നു. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. ആത്മാവ് തൻ്റെ ദാതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്നു, ധൂളി അതിൻ്റെ ഉറവിടമായ ഭൂമിയിലേക്കും തിരിച്ചു പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരണമയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, ശരീരവും ആത്മാവും. ശരീരം മണ്ണിൽ നിന്ന് മെനയപ്പെട്ടത്. ദൈവം ഇതാ പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ നാസാരന്തരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ നിശ്വസിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ആത്മാവും ശരീരവും ഒന്നായി തീർന്നു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. മനുഷ്യൻ്റെ നിർവചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ കാണുന്നുണ്ട്. ജ്ഞാനം 15:8. വചനം ഇതാണ്: അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവൻ അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ ദാതാവിനെ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഒന്ന് ആവർത്തിക്കാം. നമുക്ക് അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് പോകുന്ന ആത്മാവ്. ദൈവത്തിങ്കിലേക്ക് പോകുന്ന ആത്മാവിന് മരണമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ദൈവസന്നിധിയിലേക്ക് പോകുന്ന ആത്മാവിന് മരണമില്ല. അത് ദൈവത്തോട് കൂടി ആയിരിക്കുന്നു. ഈ ഭൂമിയിൽ വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ റെസ്റ്റ് ഇൻ പീസിലാണ് അവർ. റെസ്റ്റ് ഇൻ പീസ്. മരണത്തോടെ വലിയ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. മരണത്തോടെ ഇതാ വരപ്രസാദ അവസ്ഥയിലായിരിക്കുന്ന ആത്മാക്കൾ കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെ അവർ ഉറക്കത്തിലാണെന്ന് പറയുന്നത്, നിദ്രയിലാണെന്ന് പറയുന്നത്. റെസ്റ്റ് ഇൻ പീസ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കുഴിമാടത്തിൽ ഈ ആശംസാ വചനം എഴുതി വയ്ക്കുന്നത്. ആശംസ വാക്ക് RIP, റെസ്റ്റ് ഇൻ പീസ്. അവർ സമാധാനത്തിലാണ്. എന്നാൽ പാപാവസ്ഥയിൽ മരിക്കുന്ന ഒരു വ്യക്തി ഇതാ അവർ അസ്വസ്ഥരാണ് കേട്ടോ. ആത്മാക്കൾ അസ്വസ്ഥരാണ്. ഈ സത്യം കൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കുക. മരണത്തോടെ നമ്മുടെ വിധി നടക്കുകയാണ്. വിധി. മനുഷ്യന് ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി. ഹെബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 27-ാമത്തെ വചനമാണ്. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി. ഇതിനെയാണ് തനതി വിധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ മരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ വിധി നടക്കുകയാണ്. ഇതിനെയാണ് തനത് വിധി എന്ന് പറയുന്നത്. എൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണെങ്കിൽ, വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ എൻ്റെ ആത്മാവ് ദൈവത്തോടൊപ്പം ശാന്തി അനുഭവിക്കുന്നു, റെസ്റ്റ് ഇൻ പീസിലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മാരകമായ പാപാവസ്ഥയിൽ മരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തിലേക്ക് പോകുന്നു, നിത്യകാലം നരകത്തിൽ വസിക്കുന്നു. CCC 1035 നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1035-ാമത്തെ ആ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, മാരകാവസ്ഥയിൽ ഇതാ പാപാവസ്ഥയിൽ മരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തിലേക്ക് പോകുന്നു, നിത്യകാലം അവിടെ നരകത്തിലായിരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സർവ്വയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ദൈവം അനുദപിക്കാൻ നമുക്ക് അവസരം തരുന്നുണ്ട്. വചനം കേൾക്കാൻ, പാപബോധത്തിലേക്ക്, ദൈവഭയത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, അനുതാപത്തിലേക്ക് എല്ലാം ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചതിന് ശേഷം നമുക്കറിയാം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആത്മാക്കൾക്ക് ഇതാ ദേഹവും ഇന്ദ്രിയങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതുകൊണ്ട് ആത്മാക്കൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നില്ല. 115-ാം സങ്കീർത്തനം 17-ാമത്തെ വചനം, മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. സങ്കീർത്തനം 115-ൽ 17-ാമത്തെ വചനമാണ്. മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല.
പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം നമ്മൾ പൂർത്തിയാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറയുന്നത്, ഫിലിപ്പിയർ ലേഖനം 2-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം, നിങ്ങൾ പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. ശ്രമയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിക്കുന്നത് വരെ അവിടുന്ന് കരുണയാണ് കേട്ടോ. അതിനുശേഷം അവിടുന്ന് നീതിയാണ്. അവിടെ നമ്മളെ നീതിയോട് തന്നെയാണ് വിധിക്കാൻ വരുന്നത്. ഹല്ലേലൂയ. ശ്രമയത്തെ അല്പം കൊണ്ട് ശ്രമയത്തെ ഹല്ലേലൂയ. ദൈവമക്കൾ ഒന്ന് ചേർന്ന് ഹല്ലേലൂയ, ഉണർവോടെ ഹല്ലേലൂയ, ജീവനോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, സ്വന്തം ഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് കേട്ടോ വന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. സ്വർഗത്തിൽ നമ്മൾ വന്നു, ഇത് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നു. മറ്റ് 1-2 സത്യങ്ങളോട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജനിക്കണമെന്ന് ആദ്യം ആഗ്രഹിച്ചത് നമ്മുടെ സ്വർഗീയ അപ്പച്ചനാണ് കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിൻ്റെ ആദ്യ നിമിഷങ്ങളൊന്ന് ഓർക്കുക. ജർമിയ 1:5 തിരുവചനം ഒന്ന് ഓർക്കാം നമുക്ക്. മാതാവിൻ്റെ ഉദരത്തിൽ, ജർമിയ 1:5, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. മാതാവിൻ്റെ ഉദരത്തിൽ എനിക്ക് രൂപം നൽകുന്നതിന് മുമ്പേ എൻ്റെ സ്വർഗീയ അപ്പച്ചൻ എന്നെ അറിഞ്ഞു. ഈ ഭൂമുഖത്ത് എന്നെ ഏറ്റവും ആദ്യം അറിഞ്ഞ വ്യക്തി എൻ്റെ സ്വർഗീയ അപ്പച്ചനാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ചാച്ചനും അമ്മയും എന്നെ അറിയുന്നതിന് എത്രയോ മുമ്പേ എൻ്റെ സ്വർഗീയ അപ്പച്ചൻ എന്നെ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യമായി ജന്മം കൊണ്ടത് എൻ്റെ സ്വർഗീയ അപ്പച്ചൻ്റെ ഹൃദയത്തിലാണ്. ഞാൻ മാതാപിതാക്കളുടെ ഹൃദയത്തിലല്ല ആദ്യം ജന്മം കൊണ്ടത്, അമ്മയുടെ ഉദരത്തിലല്ല, സ്വർഗീയ അപ്പച്ചൻ്റെ ഹൃദയത്തിലാണ് ഞാൻ ജന്മം കൊണ്ടത്. എങ്കിൽ എൻ്റെ ജന്മം സ്വർഗത്തിലാണ് കേട്ടോ. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഓരോരുത്തരും ജന്മം കൊണ്ട് സ്വർഗീയ പൗരന്മാരാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മക്കളും ജാതി മത ഭേദമന്യേ ഏത് മതസ്ഥരായിരിക്കോട്ടെ, സിഖുകാരനോ പാഴ്സിയോ മുസൽമാനോ ഹൈന്ദവനോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരുടെയും അപ്പൻ ഒരാളാണ്. എല്ലാവരും ആദ്യമായി ജന്മം കൊണ്ടത് സ്വർഗീയ അപ്പച്ചൻ്റെ തിരുഹൃദയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ ഭവനം സ്വർഗമാണ്. നമ്മുടെ എല്ലാവരെയും പിതാവ് സ്വർഗീയ അപ്പച്ചനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം എന്ന് പറയുന്നത് സ്വന്തം ഭവനത്തിലേക്കുള്ള ഒരു തിരിച്ചു യാത്രയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്താൻ നമുക്ക്. ഹല്ലേലൂയ, സ്വരമയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാൻ നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വരമയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ അപ്പച്ചൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? പള്ളിമുറ്റത്ത് ഒത്തിരി കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പള്ളിമുറ്റത്തും പറമ്പിലൊക്കെ ആയിട്ട് സന്ധ്യാമണി അടിച്ചു. എല്ലാ മക്കളും പിരിഞ്ഞുപോയി. ഒരു കുട്ടി മാത്രം പിരിഞ്ഞു പോയില്ല. ആ കുട്ടി ഒറ്റയ്ക്കാണ് പോകേണ്ടത് കേട്ടോ. ഒറ്റയ്ക്ക് പോകുന്നു. സിമിത്തേരിയുടെ അരികിലൂടെ ഇരുട്ട് നിറഞ്ഞ ഒരു വിജനമായ പറമ്പിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ പള്ളിമുറ്റത്ത് ജപമാല ചൊല്ലി നടന്നിരുന്ന അച്ഛൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ, നിനക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് പേടിയുണ്ടോ? ഒറ്റയ്ക്ക് പോകാനായിട്ട് പേടിയുണ്ടോ? അപ്പോൾ ഈ കൊച്ച് അങ്ങകലെ ഒരു പ്രകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അച്ചോ, അവിടെ ഒരു പ്രകാശം കാണുന്നുണ്ടോ? ആ പ്രകാശം കാണുന്നത് എൻ്റെ ഭവനമാണ് കേട്ടോ. എൻ്റെ അപ്പച്ചൻ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ്. സന്ധ്യാമണി അടിക്കുമ്പോൾ, കുരിശുമണി അടിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് എന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഞാൻ ആ പ്രകാശത്തിലേക്ക് നോക്കി, അപ്പച്ചനെ നോക്കിയിട്ട് ഈ ഇരുട്ടിലൂടെ ഒറ്റ ഓട്ടോടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുട്ടിക്ക് പേടിയില്ലാത്തതിൻ്റെ കാരണം എന്താണ്? അപ്പച്ചനെ കണ്ടു, അപ്പച്ചൻ്റെ അടുക്കിലേക്ക് ഒറ്റ ഓട്ടമാണ്. ആ പ്രകാശത്തിലേക്ക് അപ്പച്ചൻ്റെ അടുക്കിലേക്ക് ഓടുന്നു. മദർ തെരേസ്യ പറഞ്ഞല്ലോ, സ്വന്തം ഭവനത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് മരണം. ഒരിക്കലും നമ്മൾ
മരണത്തെ ഭയത്തോടെ കാണരുത് കേട്ടോ. ഒരിക്കലും മരണത്തെ ഭയത്തോടെ നമ്മൾ കാണരുത്. പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ക്ഷണികത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നശ്വരത, ഹ്രസ്വത ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരണത്തിൻ്റെ ചിന്തകളെ നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു സേവകൻ്റെ ജോലി ഇതായിരുന്നു. എല്ലാ ദിവസവും ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുന്ന രാജാവിനോട് ഈ സേവകൻ പറയും, അല്ലയോ രാജാവേ, അങ്ങ് ഒരു ദിവസം മരിക്കും. സേവകൻ്റെ ജോലി ഇതാണ്. രാവിലെ ഉറക്കമുണർന്ന് വരുന്ന രാജാവിനോട് സേവകൻ പറയും, അല്ലയോ രാജാവേ, അങ്ങ് ഒരു ദിവസം മരിക്കും. ആ രാജാവ് ഒരു പുണ്യ പുരുഷനായി ജീവിച്ചു മരിച്ചു എന്നാണ് പറയുന്നത്. പുണ്യപുരുഷനായി ജീവിച്ചു മരിച്ചു. പ്രിയമുള്ളവരെ, ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ഈ ചിന്തകൾ നല്ലതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തെങ്കിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അവൻ കള്ളനെ പോലെ വരും, അല്ലേ? തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? അവൻ കള്ളനെ പോലെ വരും. പ്രതീക്ഷിക്കാത്ത ദിവസം, അറിയാത്ത മണിക്കൂറിൽ അവൻ കള്ളനെ പോലെ വരും. അപ്പോൾ നമുക്ക് ഒരുങ്ങാനായിട്ട് സമയം കിട്ടില്ല. സമയം കിട്ടില്ല. സിറോ മലബാർ റീത്തിൽ മരിച്ചവർക്ക് കൊണ്ടുള്ള പ്രാർത്ഥനയിൽ വലിയ ഓഫീസിലെ ഒരു ഗാനമുണ്ട്. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അറിയാവുന്നവർ ചേർന്ന് പാടണോട്ടോ. ആ ഭാഗം ഞാൻ ആദ്യം ഒന്ന് പറയാം കേട്ടോ. ആ പാട്ട് ഞാനൊന്ന് ആദ്യം പറയാണ്, പിന്നെ നമുക്കൊന്ന് പാടാട്ടോ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൻ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കെട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ, നാഥ നീതാൻ അവലംബം. നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. അറിയാവുന്നവരൊന്ന് പാടാമോ? മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കെട്ടുനടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാ നീതാൻ അവലംബം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ മരണത്തിൻ്റെ സന്ദേശമായി ദൂതൻ വന്നപ്പോൾ ഞാൻ ദൂതനോടൊന്ന് കെഞ്ചി ചോദിച്ചു, എനിക്കൊരു കുറച്ച് സമയം കൂടി തരാമോ? ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടെ. ദൂതൻ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, സമയം എനിക്ക് തെല്ലും തന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കുവൻ. പ്രൈസ് ദി ലോർഡ്. സ്വരമേർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മൾ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്, മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? അതുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ജ്ഞാനം കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം, ജ്ഞാനികളായിരുന്നുവെങ്കിൽ അവർ തങ്ങളുടെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. കണ്ടോ? ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കുമ്പോഴാണ് ഈ ലോക ജീവിതത്തിൻ്റെ ഹ്രസ്വത, നശ്വരത, ക്ഷണികത നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ പ്രത്യാശ വെക്കരുത്. പരലോക ജീവിതത്തെ നമ്മൾ ലക്ഷ്യം വെക്കണം. പ്രിയമുള്ളവരെ, പരലോക ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഭൂമിയിൽ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്ത ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്വരമുയരണം, സ്വരമുയരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശലമല മല മല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പാട്ട് ഞാൻ ദിവസത്തിൽ ഒരു നേരയിലും പാടൂട്ടോ. എൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ആ നിസ്സാരത ഒന്ന് മനസ്സിലാക്കാനായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ളൊരു പാട്ടാണിത്. എൻ്റെ ജഡിക മോഹങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടാനായിട്ട് എന്നെ സഹായിച്ച ഒരു പാട്ടാണിത്. പ്രിയമുള്ളവരെ, മരണം
അത് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ശരീരം ഇതാ ധൂളി, ഉറവിടമായ മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു. പ്രൈസ് ദ ലോർഡ്. സ്വരമേയതേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ച ആത്മാക്കള് ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ്. ലൂക്കായുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 38-ാമത്തെ തിരുവചനം, ലൂക്ക 20:38. അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അവരെല്ലാം ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നല്ല കള്ളനോട് ഈശോ പറഞ്ഞില്ലേ, നീ നിന്നോട് കൂടെ പരദീസായിൽ. അപ്പൊ നല്ല കള്ളന്റെ ശരീരം മണ്ണോട് ചേരുന്നു, ആത്മാവ് ഈശോയുടെ സന്നിധിയിലേക്ക് ഉയരുന്നു. ധനവാൻ ലാസർ സംഭവം നമ്മൾ കാണുന്നുണ്ട്. ലാസറിനെ ദൈവദൂതന്മാർ അബ്രാഹത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോകുന്നു. ലാസറിന്റെ ശരീരം മണ്ണിൽ ഉപേക്ഷിക്കപ്പെട്ടു, പക്ഷെ ആത്മാവ് ദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് ജോഷയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം. അവിടെ ദൈവം തൻ്റെ ദാസനായ മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം തൻ്റെ ദാസനായ മോശയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ദാസനായ മോശ മരിച്ചു. കണ്ടോ, എൻ്റെ ദാസനായ മോശ മരിച്ചു. പക്ഷെ ഈ മോശേനെ നമ്മൾ താബോർ മലയിൽ ഈശോയുടെ രൂപാന്തരീകരണ നിമിഷങ്ങളിൽ ഇതാ മോശയും ഏലിയയും ഈശോയോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, സ്വരമേയർദേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവര് അവർ മരിച്ച എന്നേക്കുമായിട്ട് പോയോ? ഇല്ല, അവരെല്ലാവരും ജീവിക്കുന്നവരാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ 2-ാമത്തെ വരവില് കല്ലറകളുള്ളവരെല്ലാം അവന്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായി, തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായിട്ട് പുറത്തേക്ക് വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 28-ാമത്തെ വചനമാണ്. യോഹന്നാൻ 5:28. കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനുമായിട്ട് ഇതാ കല്ലറയിൽ നിന്നും പുറത്തു വരുന്നു. നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുത്ഥാനം ഉണ്ടട്ടോ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. മഹത്വീകരിക്കപ്പെട്ട ആത്മാവിലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുന്ന ആത്മാവ് കടന്നു വരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന്. ഈശോ മരണത്തെ ഉറക്കമെന്നാണ് വിശേഷിപ്പിച്ചത്. എൻ്റെ സ്നേഹിതനായ ലാസർ ഉറങ്ങുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. മരിച്ച ലാസറിനെ കുറിച്ച് പറഞ്ഞത് എൻ്റെ സ്നേഹിതനായ ലാസർ ഉറങ്ങുന്നു. പൗലോസ്ലീഹ പറയുന്നു നിദ്ര പ്രാപിച്ചു എന്നാണത്. നിദ്രയും ഉറക്കം ഒന്ന് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ മരിച്ചു, അവരുടെ ശരീരം മണ്ണോട് മണ്ണായി തീർന്നു. ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ഇതാ പോയി കഴിഞ്ഞു. ഈ ആത്മാവ് കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ വീണ്ടും തിരിച്ചു വരുന്നു. പ്രൈസ് ദ ലോർഡ്, സ്വരമേയർദേ ഹല്ലേലൂയ, വന്ദകർമേയർദേ ഹല്ലേലൂയ, സ്വരമേയർദേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഈ വചന ശുശ്രൂഷയുടെ തുടക്കം വായിച്ച ആ വചനം ഒന്ന് ഓർക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഈശോ 2-ാമത് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. പ്രൈസ് ദ ലോർഡ്, സ്വരമേയർദേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വർഗത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ച ഒരേ ഒരു വ്യക്തി ഈശോ മാത്രമാണ്. നമുക്കറിയാം, ഈശോ സ്വർഗത്തിൽ നിന്നാണ് വന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ലോകത്തിലേക്ക് വന്നു, ഇതാ ലോകത്തിൽ നിന്ന് ഞാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നു. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന ഒരേ ഒരു വ്യക്തി അത് യേശുക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്, സ്വരമേയർദേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം. ആ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവികമായ 2 സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അങ്ങ് എന്നെ മഹത്വപ്പെടുത്തണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടത്തോടു ഉണ്ടായിരുന്ന മഹത്വം, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ സ്വർഗമുണ്ടായിരുന്നു. ആ സ്വർഗത്തിൽ പിതാവും പുത്രനും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വരമേയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുത്രൻ തമ്പുരാനാണ് ഇതാ വചനം തന്നെയായ ഈശോ മനുഷ്യ ശരീരം ധരിച്ച് ലോകത്തിലേക്ക് വന്നു. മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് ശാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. വീണ്ടും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അവിടുന്ന് വരുന്നു. ഹല്ലേലൂയ, ശരമയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായവിധിക്കായിട്ട് അവിടുന്ന് വരുന്നു കേട്ടോ. ന്യായവിധിക്കായിട്ട് വരുന്നു. ഒരിക്കൽ മരണം, അതിനുശേഷം വിധി. അവിടുന്ന് വീണ്ടും വരുമ്പോൾ നമുക്കറിയാം അവിടുന്ന് നീതിയോടെയാണ് നമ്മൾ ഓരോരുത്തരും വിധിക്കാൻ പോകുന്നത്. വിധിയാളനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അവസാനത്തെ പ്രവാചകൻ ആരാണ്? സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാൻ യേശുവിൻ്റെ 3 മുഖം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വിധിയാളനെ ഒന്ന് പരിചയപ്പെടുന്നതല്ലാണ് കേട്ടോ. ഒരിക്കൽ സ്നാപയോഹന്നാൻ 2 ശിഷ്യന്മാരും നിൽക്കുമ്പോഴാണ് ഈശോ ആ വഴിയിലൂടെ കടന്നു വന്നത്. ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്നാപയോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാടായ രക്ഷകനായ യേശുവിനെയാണ് അന്ന് സ്നാപയോഹന്നാൻ പരിചയപ്പെടുത്തി തന്നത്. ഇതാ ഈ സ്നാപയോഹന്നാൻ തന്നെ യേശുവിൻ്റെ മഹത്വം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് മുമ്പേ ഇവനുണ്ടായിരുന്നു. കണ്ടോ, യേശുവിൻ്റെ നിത്യതയെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് മുമ്പേ ഇവനുണ്ടായിരുന്നു. മുമ്പ് നമ്മൾ വചനം കണ്ട് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ടായിരുന്നു എന്ന്. എനിക്ക് മുമ്പേ ഇവനുണ്ടായിരുന്നു. ഇവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകുന്നു. ഇവനോ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. സ്വരമേയത്തെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ദൈവപുത്രനാണെന്ന് സ്നാപയോഹന്നാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ സ്നാപയോഹന്നാൻ തന്നെ യേശുവിൻ്റെ 3ാമത്തെ മുഖം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആ മുഖം കൂടി ഒന്ന് പരിചയപ്പെടാട്ടോ. നമ്മൾ സമാപനത്തിലേക്ക് വരികയാണ്. വീശുമുറം അവൻ്റെ കൈകളിലുണ്ട്. ശ്രദ്ധിക്കുക, വീശുമുറം അവൻ്റെ കൈകളിലുണ്ട്. അവൻ ശിഷ്ടനെയും ദുഷ്ടനെയും വേർതിരിക്കും. അവൻ നെല്ലും പതിരും വേർതിരിക്കും. പതിര് കെടാത്ത തീയിലേക്ക് എറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്വരമേയത്തെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ വിധിക്കായിട്ട് നമ്മുടെ ആത്മാവ് നിൽക്കാൻ കേട്ടോ. ആരാണ് വിധിയാളൻ? ഈശോ തന്നെയാണ് വിധിയാളൻ. നമ്മുടെ രക്ഷകനും ഈശോയായിരുന്നു. നമ്മുടെ വിധിയാളനും ഈശോ തന്നെയാണ് കേട്ടോ. പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്ര വെച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം. പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്ര വെച്ചിരിക്കുന്നു. മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അധികാരം അത് പിതാവ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യരെ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കാനുള്ള ആ അധികാരവും കൂടി ഈശോയ്ക്ക് പിതാവ് നൽകിയിരിക്കുകയാണ്. ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടി വരുന്നത് കേട്ടോ. ആ ന്യായാധിപനായ ഈശോയുടെ മുഖം ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടു കേട്ടോ. പ്രഭാഷകൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം വായിച്ചപ്പോഴാണ് വിധിയാളിൻ്റെ മുഖം പരിചയപ്പെട്ടത്. ആ വചനം ഇതാണ് കേട്ടോ. പ്രഭാഷകൻ 18:24. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന ആ പ്രതികാര നിമിഷത്തെക്കുറിച്ച് നീ ചിന്തിക്കുക. കണ്ടോ, മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ച്, അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന ആ പ്രതികാര നിമിഷത്തെക്കുറിച്ച് നീ ചിന്തിക്കുക. ഹല്ലേലൂയ, സ്വരമേയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകൻ 18:20 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ന്യായവിധിക്ക് മുമ്പായി നീ നിന്നെ തന്നെ പരിശോധിക്കുക. ന്യായവിധിക്ക് മുമ്പായി നീ നിന്നെ തന്നെ പരിശോധിക്കുക. നമ്മളൊന്ന് പരിശോധിക്കണം കേട്ടോ. പരിശോധിക്കേണ്ട നിമിഷങ്ങളാണ്. നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നിത്യജീവിതത്തിലേക്കാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണെന്ന 1 കൊരിന്തോസ് 15:19 തിരുവചനം. ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഈ ലോകത്തിന് വേണ്ടി മാത്രമല്ല പരലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഈശോ വീണ്ടും വരും, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ വരവിൽ പൗലോസ്ലീഹ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ മനസ്സ്
ശരീരം, ആത്മാവ് അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിത്വം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിത്വത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയണം. അപ്പോഴാണ് ഞാനൊരു പൂർണ്ണ സൃഷ്ടിയായിട്ട് മാറുന്നത്, ദൈവത്തിൻ്റെ മകനായി മകളായി മാറുന്നത്. ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായി മാറണം. അവരാണ് ഭൂമിയിൽ സ്വർഗം പണിയുന്നവർ. പ്രിയമുള്ളവരെ, ഇതാ ലെനിൻ ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യമുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കണേ. ലെനിൻ ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് പറഞ്ഞ വാക്യതാണ്: 10 ഫ്രാൻസിസ് അസിസിമാരുണ്ടെങ്കിൽ റഷ്യ മാനസാന്തരപ്പെടുമെന്ന്. 10 ഫ്രാൻസിസ് അസിസിമാരുണ്ടെങ്കിൽ റഷ്യ മാനസാന്തരപ്പെടുമെന്ന്. ഫ്രാൻസിസ് അസിസി പിതാവിലുള്ള ദൈവസാന്നിധ്യം, പരിശുദ്ധാത്മ സാന്നിധ്യം ലെനിൻ തിരിച്ചറിഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ലെനിൻ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ ഈ ലോകത്തെ മാറ്റിമറിക്കണമെങ്കിൽ ദൈവമക്കൾക്ക്, ജ്ഞാനികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകം ശാന്തമാകണമെങ്കിൽ, സമാധാനത്തിലേക്ക് വരുന്നെങ്കിൽ, സ്വസ്ഥതയിലേക്ക് വരുന്നെങ്കിൽ ഇവിടെ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. ഈശോയെ നമുക്ക് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാം. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ 11:25 തിരുവചനം: ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിക്കാതിരിക്കാൻ 3 മരുന്നുകൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ മരുന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. രണ്ടാമത്തെ മരുന്ന് അവിടുത്തെ വചനമനുസരിച്ചുള്ള ജീവിതം. യോഹന്നാൻ 8:51: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കില്ല. ഹല്ലേലൂയ, ശരമയത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യ മാതാപിതാക്കളെ ദൈവത്തിൻ്റെ വചനം ലംഘിച്ചുകൊണ്ട് അവർ പർദീസയിൽ നിന്ന് പോയി മരണലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ വീണ്ടും ദൈവത്തിൻ്റെ വാഗ്ദാനം ഇതാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കില്ല. ഇതാ മൂന്നാമത്തെ മരുന്നും കൂടി ഒന്ന് പരിചയപ്പെടാട്ടോ. യോഹന്നാൻ 6:54 തിരുവചനമാണ്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒരുമിച്ചൊന്ന് ആവർത്തിക്കാം നമുക്ക്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പോൾ ഈശോ തന്നെയാണ് കേട്ടോ നമ്മളെ ഉയർപ്പിക്കാൻ വരുന്നത്. ഈശോ നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വന്നു, വീണ്ടും നമ്മളെ വിധിക്കാൻ വരുന്നു, നമ്മൾ വീണ്ടും കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കാൻ വരുന്നതും ഈശോ തന്നെയാണ്. ഈ സത്യം തിരിച്ചറിയുക. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല. റോമ 8:1 തിരുവചനമാണ്: ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല. ആദ്യം നമ്മൾ പഠിച്ച വചനമാണ് സങ്കീർത്തനം 34:5: അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കല്ലേ, ലോകത്തിലേക്ക് നോക്കല്ലേ, തകർച്ചകളിലേക്ക് നോക്കല്ലേ, തളർന്ന അവസ്ഥകളിലേക്ക് നോക്കല്ലേ, യേശുവിലേക്ക് നോക്കുക. അവിടത്തോട് ഒന്നായി തീരുക, അവിടത്തോട് ഐക്യപ്പെടുക. അവിടത്തോട് ഐക്യപ്പെട്ടാൽ എനിക്ക് ശിക്ഷാവധിയില്ല. നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനുള്ള എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. 2 കരങ്ങൾ ഒരിക്കൽ കൂടി ക്രൂശിതനായ ഈശോയുടെ പക്കലേക്കൊന്ന് ഉയർത്താൻ നമുക്ക്. നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ് ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. ഈശോയുടെ ആത്മാവിനാൽ നിറയപ്പെടണം. ഞാൻ നിങ്ങളോട് പറയുന്ന വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ ആത്മാവ് ഇതാ സൗഖ്യത്തിൻ്റെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ്, ദൈവമകനും മകളുമാക്കി മാറ്റുന്ന ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ദൈവത്തെ ആഭാ പിതാവേ അപ്പച്ച എന്ന് വിളിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട നമ്മുടെ വ്യക്തിത്വം കഴുകപ്പെടാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയരണം, സ്വരമുയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ വിശുദ്ധീകരണമാണ്. ദൈവവചനത്തിന്റെ വിശുദ്ധീകരണം. മാനസാന്തരം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ലോകം മുഴുവനും സംഭവിക്കട്ടെ. മാരാരോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്നവർ ജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.